all, welcome to Study with PSC 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസിൻ്റെ 7ാമത്തെ ചോദ്യപേപ്പറാണ് കേട്ടോ. 6 ചോദ്യപേപ്പറുകൾ 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതും കൂടെ എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് 2022 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം. ഓപ്ഷൻ എ പഞ്ചാബ്. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. മനുഷ്യശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. മനുഷ്യശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. മനുഷ്യശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണ്. ഓർത്തു വെച്ചോണേ, എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ ആണ്. ഓർത്തു വെക്കുക, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ ആണ്. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്രിക്കറ്റ്. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം. ഓപ്ഷൻ ബി മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി 2019 ജൂലൈ 22. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്നാണ്? 2019 ജൂലൈ 22. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ഓപ്ഷൻ സി KV റാബിയ. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? KV റാബിയ. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി. ഓപ്ഷൻ സി പട്ടം താണുപിള്ള. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനാണ്. അപ്പോൾ അതും കൂടി ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരിയെ. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോണം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. PC എപ്പോഴും ചോദിക്കാറുണ്ട്, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരള പാണിനി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. മലയാള വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനിയം രചിച്ചതിനാലാണ് AR രാജരാജവർമ്മ കേരള പാണിനി എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോണം. ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മലയാള വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനിയം രചിച്ചതിനാലാണ് AR രാജരാജവർമ്മ കേരള പാണിനി എന്നറിയപ്പെടുന്നത്. മലയാള വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനിയം രചിച്ചതാരാണ്? AR രാജരാജവർമ്മ. അങ്ങനെ അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. മലയാള വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനിയം രചിച്ചത് AR രാജരാജവർമ്മയാണ്. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം. ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം.
67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഓപ്ഷൻ എ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ദ്രാസ്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസ്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ഓപ്ഷൻ സി ലഡാക്ക്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്ക്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഓപ്ഷൻ സി നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് സാഗർ മാത എന്നാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് സാഗർ മാത എന്നാണ്. സാഗർ മാത. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി അലഹബാദ് ഹാൽദിയാണ്. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് NW1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ഹാൽദിയനെയാണ്. ദേശീയ ജലപാത 2 അതായത് NW2 ബന്ധിപ്പിക്കുന്നത് സാദിയ ധൂബ്രിയാണ്. ദേശീയ ജലപാത 2 അതായത് NW2 ബന്ധിപ്പിക്കുന്നത് സാദിയ ധൂബ്രി. ദേശീയ ജലപാത 3 NW3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോട്ടപ്പുറമാണ്. ദേശീയ ജലപാത 3 ആണ് കേരളത്തിലുള്ളത്. കേരളത്തിലുള്ള ദേശീയ ജലപാത 3 NW3 ആണ് കേട്ടോ. അതെപ്പോഴും BSc ചോദിക്കാറുണ്ട്, കേരളത്തിലുള്ള ദേശീയ ജലപാത ഏതാണെന്ന്. NW3 അഥവാ ദേശീയ ജലപാത 3. ഈ NW3 അഥവാ ദേശീയ ജലപാത 3 അറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് കേട്ടോ. വെസ്റ്റ് കോസ്റ്റ് കനാൽ, അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. ദേശീയ ജലപാത 3 അഥവാ NW3 അറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. അത് കേരളത്തിലാണുള്ളത്. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് NW4 ബന്ധിപ്പിക്കുന്നത് കാക്കിനട പുതുച്ചേരിയാണ്. ദേശീയ ജലപാത 4 NW4 ബന്ധിപ്പിക്കുന്നത് കാക്കിനട പുതുച്ചേരി. അപ്പോൾ എല്ലാം ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒന്നുകൂടി പറയാം. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ഹാൽദിയ. ദേശീയ ജലപാത 2 NW2 ബന്ധിപ്പിക്കുന്നത് സാദിയ ധൂബ്രി. ദേശീയ ജലപാത 3 NW3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം. ഈ ദേശീയ ജലപാത 3 ആണ് കേരളത്തിലുള്ളത്. അതിൻ്റെ വേറൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനട പുതുച്ചേരി. NW4 കാക്കിനട പുതുച്ചേരി. ഓക്കെ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി കർണാടക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിൽ. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ജാരിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാരിയ. ഈ ജാരിയ എന്ന് പറയുന്ന സ്ഥലം ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ജാരിയ ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാരിയ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ഓപ്ഷൻ സി ഡിഗ്ബോയി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഡിഗ്ബോയി. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി റോഹ മംഗലാപുരം. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മംഗലാപുരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 3, 4. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദ അർഹമാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദ അർഹമാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി.
മൗലികാവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോണേ. മൗലികാവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? ഓപ്ഷൻ ഡി 3, 4. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇത് രണ്ടും ഉൾപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇത് രണ്ടും ഉൾപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഏതാണ്? ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ഓർത്തു വെച്ചോണം, ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശീയരാഗത്തിലാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശീയരാഗത്തിലാണ്, ദേശീയരാഗത്തിൽ. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം കേട്ടോ. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ഈ ശങ്കരാഭരണം. രണ്ടും തമ്മിൽ മാറിപ്പോകരുതേ. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശീയരാഗത്തിലാണ്, ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിലാണ്. ഓർത്തു വയ്ക്കാൻ ഒരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം. അപ്പോൾ അതിൽ നിന്ന് ആ ദേശം അങ്ങ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശീയരാഗത്തിലാണ്, ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിലാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം മിക്കവർക്കും അറിയാൻ തോന്നും അല്ലേ, എല്ലാവർക്കും തന്നെ അറിയാൻ തോന്നും ശങ്കരാഭരണത്തിലാണെന്ന്. പക്ഷേ വന്ദേമാതരം ആണ് ഒരു ഓർമ്മയില്ലാതെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം, അതിൽ നിന്ന് ആ ദേശം ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശീയരാഗത്തിൽ, ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണ രാഗത്തിൽ. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത്. ഓർത്തു വെച്ചോണം, PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1 മാത്രം. അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയല്ല, 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ഓർത്ത് വയ്ക്കുക, 86ാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. 76 അല്ല, 86. ഇപ്പോൾ നോക്കിക്കേ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവയാണ് ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 1, 3. 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓർത്തു വെച്ചോണേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിരിക്കേണ്ടത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം. ഓക്കെ,
ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ എ 1, 2, 4. ശരിയായ പ്രസ്താവനകൾ: തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യ അന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ: തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യ അന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഓപ്ഷൻ എ 1, 3, 4. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ: ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അതായത് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ: ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഭാരത് വിധാത എന്നായിരുന്നു കേട്ടോ ആദ്യ നാമം. ഇവിടെ ഭാഗ്യവിധാത എന്നാണ്. ചെറിയൊരു മിസ്റ്റേക്കാണ്, എന്തോ PSC ഈ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഭാരത വിധാത എന്നായിരുന്നു ദേശീയ ഗാനത്തിൻ്റെ ആദ്യ പേര്. ഭാരത വിധാത. ഇവിടെ എന്താണ്? ഭാഗ്യവിധാത എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഭാരത വിധാത എന്നായിരുന്നു ദേശീയ ഗാനത്തിൻ്റെ ആദ്യത്തെ നാമം, ഭാരത വിധാത. പിന്നെ 24 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് കേട്ടോ. 24 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. പിന്നെ 1911 ബിഷൻ നാരായണൻ ധറിൻ്റെ അധ്യക്ഷതയിലുള്ള സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത് കേട്ടോ. 1911 ബിഷൻ നാരായണൻ ധർ, ബിഷൻ നാരായണൻ ധർ, ഇയാളുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ദേശീയഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1911 ബിഷൻ നാരായണൻ ധറിൻ്റെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ്. ഓക്കെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ഓപ്ഷൻ എ സുഷമ സിംഗ്, ദീപക് സന്ധു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? സുഷമ സിംഗ്, ദീപക് സന്ധു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ആണ്. രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ്. ഓർത്തു വെച്ചോണം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ദീപക് സന്ധു ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ്. ഈ ആദ്യത്തെ വനിതയെ പറ്റി PSCയുടെ മിക്ക ചോദ്യപേപ്പറിലും കാണാറുണ്ട് കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണെന്ന്? ദീപക് സന്ധു ആണ്. രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി എല്ലാം ശരിയാണ് കേട്ടോ. MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, സ്വത്തവകാശം, നിയമപരമായ അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ, മൗലിക അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. ശരിയായ ജോഡി MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. MKSSന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഓർത്തു വെച്ചോണം, ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരുന്നത്. MKSS മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അത് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമായിരുന്നു. സ്വത്തവകാശം ഒരു നിയമപരമായ അവകാശമാണ്.
ബഹുമതികൾ റദ്ദാക്കൽ മൗലികാവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്. ഓപ്ഷൻ ബി 26 ജനുവരി 1950 ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ അംഗീകരിച്ചത് 26 ജനുവരി 1950. ഈ ഡേറ്റുകളൊന്നും മാറിപ്പോകരുത്. ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ മുദ്ര, അതിൻ്റെയൊക്കെ ഡേറ്റുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അതൊക്കെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ അംഗീകരിച്ചതെന്നാണ് 26 ജനുവരി 1950. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? 1942. ഓർത്ത് വെച്ചോണേ, ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സാരേ ജഹാം സേ അച്ഛ രചിച്ചതാര്? ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സേ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1 and 4. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമന ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമന ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിനെയാണ് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഓർത്തു വെച്ചോണം, 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിനെയാണ് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമന ലംഘന പ്രസ്ഥാനം ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. ഓർത്തു വെച്ചോണം, 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമന ലംഘന പ്രസ്ഥാനം ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. ഇനി ഈ തന്നിരിക്കുന്നതിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് 2ഉം 3ഉം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഓർത്തു വെക്കുക, 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായിട്ടുള്ള തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. ഓപ്ഷൻ എ നിസ്സഹകരണ പ്രസ്ഥാനം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. ഓർത്തു വയ്ക്കുക, ഇവിടെ ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണെന്ന് PC എപ്പോഴും ചോദിക്കാറുണ്ട്. അത് 1922 കേട്ടോ. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. അത് ചിലപ്പോൾ 1920 ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ ചെറിയൊരു ക്ലൂ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കുക, 2 ചൗ വരുന്നില്ലേ? 2 ചൗ വരുന്നത് കൊണ്ട് എന്താണ്? 2 വരുവാന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ്? ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ഓക്കെ, അപ്പോൾ ഇവിടെ 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1 and 2. ആനി ബസന്റ്, ബാലഗംഗാധര തിലക്.
ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി. ആനി ബെസന്റ്, ബാലഗംഗാധര തിലക്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. ഓപ്ഷൻ എ മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ. മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ നടന്ന വർഷം ഏതായിരുന്നു? 1909. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം, PC ചോദിക്കാറുണ്ട്. മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ ഏത് വർഷമാണ്? 1909 കേട്ടോ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം മിൻഡോ മോർലി പരിഷ്കാരങ്ങളാണ്. ഇത് നടന്നിരിക്കുന്നത് 1909. ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം. ഓപ്ഷൻ ബി 1948 ജനുവരി 30. ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം 1948 ജനുവരി 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏതാണ്? 1856. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856. ശ്രീനാരായണ ഗുരു മരിച്ച വർഷം എന്നാണെന്നറിയോ? 1928 കേട്ടോ. ശ്രീനാരായണ ഗുരു മരിച്ചത് 1928. അപ്പോൾ രണ്ടും ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ജനിച്ചു കഴിഞ്ഞിട്ടാണല്ലോ മരിക്കുന്നത്. അപ്പോൾ 1856 1926 അതങ്ങനെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഈ 56ൻ്റെ പകുതിയല്ലേ 28? 56ൻ്റെ പകുതിയാണല്ലോ 28. അപ്പോൾ അതങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പം എന്താണ്? ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856, മരിച്ചതോ 1928. അപ്പോൾ ഈ 56ൻ്റെ പകുതി എടുത്ത് 28 ആക്കുക. അപ്പോൾ ആദ്യം 1856 ജനിച്ചു, 1928 മരിച്ചുപോയി കേട്ടോ. അത്രയേ ഉള്ളൂ. 56ൻ്റെ പകുതി 28. 1856 ജനിച്ചു, 1928 മരിച്ചു. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചിരിക്കുന്നത് 1856, മരിച്ചത് 1928. ഓക്കെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം. ഓപ്ഷൻ ഡി പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിലാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ രചയിതാവ്. ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഇവിടെ കൊടുത്തതിൽ നിന്ന് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1 and 3. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. ചുവടെ കൊടുത്തതിൽ നിന്ന് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. ചുവടെ കൊടുത്തതിൽ മലബാർ കലാപവുമായി ബന്ധമുള്ള ശരിയായ ജോഡികളാണ് വാഗൺ ട്രാജഡി. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. അത് ഓർത്ത് വെക്കുക കേട്ടോ. ചുവടെ കൊടുത്തവയിൽ മലബാർ കലാപവുമായി ബന്ധമുള്ള ശരിയായ ജോഡികൾ: വാഗൺ ട്രാജഡി, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. ഈ വാഗൺ ട്രാജഡി നടന്നിരിക്കുന്നത് 1921. ഓർത്ത് വയ്ക്കുക, PC എപ്പോഴും ചോദിക്കാറുണ്ട്. വാഗൺ ട്രാജഡി നടന്നത് 1921. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് തീയതി എപ്പോഴും PC ചോദിക്കാറുണ്ട്. 1919 ഏപ്രിൽ 13 കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നിരിക്കുന്നത് 1919 ഏപ്രിൽ 13. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം. PC മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ അയ്യങ്കാളി. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ്.
വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സവർണജാഥ സംഘടിപ്പിച്ചത് കേട്ടോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, അതായത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നിരിക്കുന്നത് 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടങ്ങളിലായിട്ടാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, പാലിയം സത്യാഗ്രഹം 1947-1948 കാലഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവാരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേട്ടോ. ഓർത്തു വെച്ചോണം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഓപ്ഷൻ ഡി 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം? ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. നോക്കിക്കേ, എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓർത്ത് വെക്കുക, ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് പുറപ്പെടുവിച്ചത് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12. ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതും PSC ചോദിക്കാറുണ്ട്. എന്നാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? ഓപ്ഷൻ ഡി 580 കിലോമീറ്റർ. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 2, 3 വരും. ഓപ്ഷൻ സി 2, 3, അതായത് പാമ്പാർ, ഭവാനി. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. പാമ്പാർ, ഭവാനി. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ് കേട്ടോ. 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അത് കബനി, ഭവാനി, പാമ്പാറാണ്. കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. ഈ 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടൊഴുകും. പടിഞ്ഞാറോട്ടൊഴുകും, അതായത് വെസ്റ്റിലോട്ട്. 3 കിഴക്കോട്ട്, 3 ഈസ്റ്റിലോട്ടാണ്, 3 കിഴക്കോട്ട്. 44 നദികളുണ്ട്. 41 പടിഞ്ഞാറോട്ടൊഴുകും, 3 കിഴക്കോട്ടൊഴുകും. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി 1861 മാർച്ച് 12. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1861 മാർച്ച് 12.
എവിടെ തൊട്ട് എവിടം വരെ ആയിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നേ. ബേപ്പൂർ മുതൽ തിരൂർ വരെ കേട്ടോ. ബേപ്പൂർ മുതൽ തിരൂർ വരെ. നോക്കിക്കേ, എന്താണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? 1861 മാർച്ച് 12. എവിടെ തൊട്ട് എവിടം വരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ എ പേരമ്പാടി ചുരം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരമാണ്. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴ. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം? ഓപ്ഷൻ ബി കുരുമുളക്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം കുരുമുളക്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം? ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ഹോക്കി. PR ശ്രീജേഷ് താഴെ പറയുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം? ഓപ്ഷൻ സി 24. വാരിയലിലെ ആകെ അസ്ഥികളുടെ എണ്ണം 24. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതാര്? ഓപ്ഷൻ എ റെനെ ലെനക്ക്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതാരാണ്? റെനെ ലെനക്ക്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആശ്വാസ കിരൺ. പൂർണ്ണ ശയ്യ അവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ആശ്വാസ കിരൺ. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി സ്കർവി. ജീവകം സിയുടെ അഭാവം അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി കോളറ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം കോളറയാണ് കേട്ടോ. ആഗോള താപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം? ഓപ്ഷൻ എ നൈട്രജൻ. ആഗോള താപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകമാണ് നൈട്രജൻ. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓർത്തു വയ്ക്കുക, ആഗോള താപനത്തിന് കാരണമായ വാതകങ്ങൾ നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ സി വെണ്ട. കിരണ്, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? ഓപ്ഷൻ ബി അനിൽ അഗർവാൾ. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതായത് 1984 1984 സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ, 1985. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി 1985. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്, കൺഫ്യൂഷനും വരുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി 1985.
പ്രഖ്യാപിച്ചത് അമ്മയാണെന്ന് ഓർക്കുക 1984. പിന്നെ അത് ഉദ്ഘാടനം ചെയ്തത് മകനാണെന്ന് ഓർക്കുക. അന്നേരം ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി 1985 സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ബോക്സൈറ്റ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ ധാതുവാണ്. ഓർത്ത് വയ്ക്കുക, ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ ധാതുവാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ്? ബോക്സൈറ്റ്. തന്നിരിക്കുന്നതിൽ ഇരുമ്പിൻ്റെ ധാതുക്കളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. തന്നിരിക്കുന്നതിൽ ഇരുമ്പിൻ്റെ ധാതുക്കളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇരുമ്പിൻ്റെ ധാതുക്കൾ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1 and 3. ബിത്തിനിയോണൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ഫിനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ബിത്തിയോണൽ ആൻറ്റിസെപ്റ്റിക് ആണ്, ഫിനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഓപ്ഷൻ ബി 2n². ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2n². ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 2 and 4. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഓർത്തു വയ്ക്കുക, ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലി ആണ്. അതുപോലെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഓർത്തു വയ്ക്കുക, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? ഓപ്ഷൻ സി -3 ആണ് കേട്ടോ. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക -3. ബലത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ സി ന്യൂട്ടൺ. ഫോഴ്സ് ന്യൂട്ടൺ അല്ലേ, എപ്പോഴും പഠിക്കുന്നതാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഫോഴ്സ്, ബലം എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം? ഓപ്ഷൻ സി സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ് കേട്ടോ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ വികിരണം. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണം. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി വികിരണം. അത് റേഡിയേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ് ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. അപ്പോൾ ദോലന ചലനങ്ങളാണ് ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. ദോലന എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് അല്ലേ, അതാണ് ദോലനം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഒരു ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം, അതൊക്കെ ദോലന ചലനങ്ങളാണ്.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസ്, 3 കോൺകേവ് ലെൻസ്. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസ്, 3 കോൺകേവ് ലെൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നോട്ട്സ്, പിന്നെ റീസെൻ്റ്ലി നടക്കുന്ന PSC എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും മാർക്ക് ചെയ്ത PDF-കളെല്ലാം ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക്